ഹായ് ഹലോ നമസ്കാരം. സജീന വ്ലോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തായാലും ഞാൻ പതിവ് തെറ്റിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താണെന്നല്ലേ, എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതല്ല ഇത് ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണം. കാരണം ഞാൻ ഇങ്ങനെ പറയുന്നതിന് നാണമില്ലേ, ആൾക്കാരുടെ അടുത്ത് തെണ്ടി സബ്സ്ക്രൈബും പേജിൽ ഫോളോവേഴ്സും കൂട്ടാൻ നാണമില്ലേ എന്ന് കുറേ മെസ്സേജ്. അത് ലവളുടെയും ടീമുകളാണ്. അവരും ഇടുന്ന വ്ളോഗിനകത്ത് ആദ്യം എന്താ പറയുന്നത്, എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് അല്ലല്ലോ ഇടുന്നത്. ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയുന്നതിൽ എനിക്ക് ഒരാക്ഷേപവും ഇല്ല. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ എന്ത് അഭിപ്രായം വേണമെങ്കിലും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരുന്നു, ഇനി ഒരു വീഡിയോ ഞാൻ ഇടുന്നത് അത് അതുലിന് വേണ്ടിയിട്ടായിരിക്കുമെന്ന്. കാരണം ഒരു സത്യം പറയാം, എനിക്ക് അവന് വേണ്ടി അവൻ്റെ ഇടുന്ന വീഡിയോ എടുത്ത് മെൻഷൻ ചെയ്ത് അവനെ വീഡിയോ ഇടാൻ എനിക്ക് ഒരു പൊടി താല്പര്യമില്ല. പക്ഷേ തളർന്ന് കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ മുന്നിൽ ഇവൻ്റെ ഒരു വീഡിയോ കൊണ്ട് കാണിച്ച് അവൻ ഇല്ലാത്ത ആരോഗ്യം ഉണ്ടാക്കി എണീറ്റ് വന്ന് നല്ല സൂപ്പർ പിട കുടയ്ക്കും. അത്രയ്ക്ക് ഇറിറ്റേഷനാണ് അയാളുടെ ആ ബ്ലോഗ് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഇപ്പോൾ തൽക്കാലം ആരോഗ്യമുള്ള നമുക്ക് ഒന്ന് പ്രതികരിക്കാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് ആദ്യം ഒരു സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ മുതൽ തുടങ്ങാം. ഇത് കണ്ടു നോക്ക്. എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു ബുക്ക് എഴുതുന്നതിനെ പറ്റിയിട്ട് ആലോചിക്കുന്നുണ്ട്. നിങ്ങളുടെ തീരുമാനം എന്തായാലും ഉറപ്പായിട്ട് താഴെ കമന്റ്. രേണുസുധിയുടെ 150 ഉടായ്പകൾ എങ്ങനെയുണ്ട് ബുക്കിന്റെ ഹെഡിങ്? നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പറയും, ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് എഴുതി പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ബുക്കിന്റെ ബൈൻഡിൽ ഫ്രണ്ടിൽ രേണുസുധി, ബാക്കിൽ സുധിച്ചേട്ടാണ്. ഈ സെറ്റപ്പിലായിരിക്കും കൊടുക്കുന്നത്. അങ്ങനെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഞാനൊരു ബുക്ക് എഴുതട്ടെ. എന്തായാലും വളരെ നല്ല അഭിപ്രായം. ഓക്കെ, പക്ഷേ ആ ബുക്കിന്റെ പേരൊന്ന് തിരുത്തണം. രേണുസുധിയുടെ 150 ഉടായ്പകളും അത് വിറ്റ് ഞാൻ ഉണ്ടാക്കിയ സമ്പാദ്യവും, അതാണ് ടൈറ്റിലെങ്കിൽ പൊളിക്കും. നമുക്ക് ഈ വീഡിയോ കണ്ടു നോക്കാം. രണ്ടുപേരെ താമസിപ്പിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് സുധിച്ചേട്ടനും രേണുസുധി കൂടിയേ താമസിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വാടാക്കി വീടും എടുത്ത് എഗ്രിമെന്റ് വിട്ട് ഒപ്പിട്ട് വാങ്ങിച്ചിട്ട് കുടുംബത്തിൽ ബാക്കി കിടക്കുന്ന ചപ്പ് ചവർ തങ്കച്ചൻ ഉൾപ്പെടെ പിടിച്ചുകൊണ്ട് വീട്ടിന്റെ അകത്ത് കയറ്റി താമസിച്ച് പോട്ടെ. ഇവന്റെ ഈ സംസാരത്തിൽ തന്നെ അറിയാം ഇവൻ ഭൂലോക ചെറ്റയാണെന്ന്. ഈ ചെറ്റ എന്ന വാക്ക് ഇവന് യോജിക്കുന്നതല്ല, അതുക്കും മേലെയാണ് കൊടുക്കേണ്ടുന്നത്. പക്ഷേ എനിക്കൊരല്പം കൾച്ചർ ഉള്ളത് കൊണ്ട് ഞാൻ ഈ ചെറ്റ എന്ന വാക്കിൽ ഒതുക്കുന്നു. ഇപ്പം പറഞ്ഞല്ലോ, രണ്ടുപേർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള എഗ്രിമെന്റ് എഴുതിയ വീട്ടിൽ അവന്റെ ബന്ധുക്കളെ ചപ്പും ചവറുകളെ എല്ലാം കൊണ്ടുവന്ന് ചപ്പും ചവറും വേസ്റ്റുകളെ എല്ലാം കൊണ്ടുവന്ന് താമസിപ്പിച്ചെന്ന്. എന്നിട്ടൊരു പറച്ചില് തങ്കച്ചനും. ഈ തങ്കച്ചൻ എന്ന് പറയുന്നത് രേണുസുധിയുടെ അച്ഛനാണ്. പിന്നെ ഈ 2 വീഡിയോയ്ക്ക് മുന്നേ നീ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനിടുന്ന വീഡിയോയ്ക്ക് കമന്റുകൾ എന്നെ പറഞ്ഞു, പക്ഷെ എൻ്റെ വീട്ടുകാരെ തൊട്ട് കളിക്കരുതു എന്ന് താൻ അതിനകത്ത് പറഞ്ഞു. അപ്പം ഞാൻ ചോദിക്കട്ടെ, താൻ എങ്ങനെ ഉണ്ടായി? ജസ്റ്റ് എൻ്റെ ഒരു ഡൗട്ടാണ്. തനിക്ക് ജന്മം നൽകിയതുപോലെ തന്നെയാണ് തങ്കച്ചൻ എന്ന് പറയുന്ന ആള് രേണുവിന് ജന്മം കൊടുത്തത്. അപ്പോൾ പ്രോസസ്സിംഗ് എല്ലാം ഒന്ന് തന്നെ. അപ്പം നിനക്ക് മാത്രം പൊങ്ങച്ചവും ഇതിനിപ്പോൾ താഴ്ചയും കൊടുക്കേണ്ട ആവശ്യമില്ല. നീ നിന്റെ അച്ഛനും അമ്മയ്ക്കും എത്രത്തോളം വാല്യൂ കൊടുക്കുന്നു അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള എല്ലാവരുടെ അച്ഛനും അമ്മയ്ക്കും അവർ കൊടുക്കുന്ന വാല്യൂ. അപ്പം നിനക്ക് നിന്റെ വീട്ടിലിരിക്കുന്നവരെ ആരും പറയാൻ പാടില്ല. അവരാര്? പുണ്യാത്മാക്കളാ. നിന്റെ വീട്ടിലിരിക്കുന്ന അച്ഛനെ അമ്മ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് നിന്റെ കയ്യിലിരിപ്പുകൊണ്ടാണ്. അപ്പോൾ മറ്റുള്ളവരുടെ അച്ഛനും അമ്മയും വെറും ലോ ക്ലാസ്, വെറും ലോക്കല്. അവരെ എന്ത് വേണേലും പറയാം, ആർക്ക് വേണമെങ്കിലും നിനക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞ് റീച്ച് ഉണ്ടാക്കി കാശുണ്ടാക്കി പോക്കറ്റിലിട്ട് നിന്റെ വീട്ടുകാർക്ക് ചിലവിന് കൊടുക്കാം. നീ കൊണ്ട് കേസ് കൊടുക്ക്. പറഞ്ഞല്ലോ, വീട്ടിലുള്ളവരെ പറഞ്ഞാൽ നീ കൊണ്ട് കേസ് കൊടുക്കുന്നു. നീ കൊണ്ട് കേസ് കൊടുക്ക്. ഇതിപ്പം എന്നെ ബാധിക്കുന്ന വിഷയമല്ല, എന്നിൽ അറിയുന്ന അല്ലെങ്കിൽ പോലും ഇത് കാണുന്ന എത്ര പേര് ഇതിനെക്കാട്ടി എമ്പരായിട്ട് നിന്നോട് പ്രതികരിച്ചിട്ടുണ്ട്. നീ ഒരു ഇടുന്ന വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകൾ ഞങ്ങൾ നോക്കുമ്പോഴത്തേക്ക് വളരെ മോശമായ നെഗറ്റീവ് കമൻറ്റുകളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. പക്ഷേ എന്തോ മിറാക്കിൾ എന്ന് അറിയത്തില്ല, കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ആ നെഗറ്റീവ് കമൻറ്റുകളൊന്നും കാണത്തില്ല. അതെന്ത് അത്ഭുതമാണെന്ന് നമുക്കറിയത്തില്ലേ. ഡിലീറ്റ് ആയിരിക്കും. പോട്ട്. അപ്പോൾ സ്വയം അറിയാം അതൊന്നും അതിനകത്ത് ഇടാൻ കൊള്ളുന്ന മെസ്സേജുകളല്ല എന്ന് കരുതിയിട്ടാണ് അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുന്നത്. അപ്പോൾ ഈ പറഞ്ഞത് അച്ഛൻ അമ്മ എന്ന് പറയുന്നത് നീ ബഹുമാനിക്കുന്നത് പോലെ തന്നെയാണ് മറ്റുള്ളവർക്കും അവരുടെ അച്ഛൻ്റെ അമ്മയോടുള്ള ബഹുമാനവും സ്നേഹവും അവർക്ക് കൊടുക്കുന്ന സ്ഥാനവും. അവരെ വെറും വേസ്റ്റ്, ചപ്പ്, ചവറ് എന്ന് പറയാൻ നിനക്കാരാ അധികാരം തന്നത്? പിന്നെ നീ ആ വീഡിയോക്കകത്ത് പറഞ്ഞല്ലോ, ഒരുത്തി കിടന്ന് വ്ലോഗ് ചെയ്തിട്ട് എൻ്റെ വീട്ടിലുള്ളവരെ പറയുന്നത് അത് ഞാൻ തന്നെ, അതെനിക്കറിയാം ഞാൻ തന്നെയാണെന്ന്. പക്ഷേ ഞാൻ മാന്യമായ രീതിയിലാണ് സംസാരിച്ചത്. നിൻ്റെ അച്ഛനും അമ്മയും നെഗറ്റീവായിട്ട് ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ ചോദിച്ചത് ഇത്ര മാത്രം, നിൻ്റെ അമ്മയുണ്ടെങ്കിൽ അമ്മയോട് ചെന്ന് ചോദിക്കൂ. അച്ഛൻ എപ്പോഴെങ്കിലും കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ കടം ചോദിച്ച ആൾ വീട്ടിൽ വരുമ്പോൾ അമ്മ ഒരു പ്രാവശ്യമെങ്കിലും അവരുടെ അടുത്ത് അവധി പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഈ ഒരു വാക്ക് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളായിരുന്നു. അപ്പം നീ ഇപ്പോൾ പറഞ്ഞത് അത്രത്തോളം മഹത്തരമുള്ള വാക്കാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ചപ്പും ചവറും നിനക്ക് എന്ത് യോഗ്യത? മറ്റുള്ള ഒരു പെണ്ണിൻ്റെ അച്ഛനെ അമ്മയും കയറി, അല്ലെങ്കിൽ മറ്റൊരു മാതാവിനെയും പിതാവിനെയും കയറി ഇത്രമാത്രം നികൃഷ്ടമായ വാക്കുകൾ പറയാൻ തനിക്ക് ആരാണ് അധികാരം അവകാശം തന്നിരിക്കുന്നത്?
അതിന്റെ മറുപടി അതിൽ പറയണം. നിനക്ക് നിന്റെ അച്ഛനമ്മ വലുതാണെങ്കിൽ ബാക്കിയുള്ളവർക്കും അതേ കണക്ക് അച്ഛനമ്മയും വലുത് തന്നെയാണ്. ഓക്കെ. ഇപ്പം ഞാൻ ഈ പറഞ്ഞതിന്, ഞാൻ ഇപ്പം ഈ സംസാരിച്ചതിനോട് എൻ്റെ കേട്ടോണ്ടിരിക്കുന്ന ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ആർക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും ഇതിനകത്ത് കമന്റുകളായിട്ട് രേഖപ്പെടുത്തണം. ഞാൻ ഈ പറഞ്ഞ നമ്മൾ ആർക്കും വേണ്ടി പറയണ്ട. ഇപ്പം രേണുസുതിക്ക് സപ്പോർട്ട് ചെയ്ത് പറയണ്ട, അതുലിനെ സപ്പോർട്ട് ചെയ്ത് പറയണ്ട. ഞാൻ ഈ പറഞ്ഞതിനകത്ത് ന്യായമുണ്ടോ? ഒരു മാതാവ് പിതാവ് എന്ന് പറയുന്നത് അവരവരെ സംബന്ധിച്ച് ഏറ്റവും വലുത് തന്നെയാണ്. അപ്പോൾ ഇപ്പം എൻ്റെ അച്ഛനമ്മയും വേറൊരുത്ത കയറി പറയാൻ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമോ? നോക്കിക്കൊണ്ടിരിക്കുന്നില്ല. അതേ കണക്ക് നിനക്ക് ഞാൻ നിന്റെ അച്ഛനും അമ്മയും പറയാതിരിക്കണമെങ്കിൽ നീ വേറെ ആരുടെയെങ്കിലും അച്ഛനും അമ്മയും പറയാതിരിക്കുക. അവരെ വിട്ടുപിടി, നേർക്കാക്ക്. ഇത്ര ആക്ഷേപം എന്ത്? തങ്കച്ചൻ എന്നൊക്കെ പറയുമ്പോൾ നിനക്ക് ഇത്ര ആക്ഷേപം വരേണ്ട കാര്യം എന്ത്? നിന്റെ ചൊരുക്കം എന്താണെന്നും നിന്റെ ഈ ഫ്രസ്ട്രേഷൻ എന്താണെന്നും ബാക്കിയുള്ളവരെ കട്ടി, വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരെ കട്ടി ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ പറയാം. ഓക്കെ. അപ്പൊ ഇനി അടുത്ത വീഡിയോ കണ്ടു നോക്കാം. സെപ്റ്റി ടാങ്ക് മൊത്തം നിറഞ്ഞായിരുന്നു. അപ്പോഴാണ് ചില പേരുകളൊക്കെ എന്റെ മനസ്സിൽ ഇങ്ങനെ ഓടിപ്പോയത്. സെപ്റ്റി ടാങ്ക് മൊത്തം നിറഞ്ഞിട്ടും ഇതെല്ലാം കൂടി അവിടെ നിന്ന് അപ്പിട്ട് സെപ്റ്റി ടാങ്ക് നിറച്ച് അത് ചുമ്മാതല്ല, നിന്റെ വാക്കിലും നിന്റെ ഈ പ്രവൃത്തിയിലും നിന്റെ ഈ സംസാരത്തിലൊക്കെ ഒരു ചീഞ്ഞ ചൊവ്വ ഇപ്പം മനസ്സിലായി. നീ വ്ളോഗ് എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നതിന് മുന്നേ നിന്റെ തൊഴിൽ തോട്ടിപ്പണിയായിരുന്നു. ഇച്ചിരി കൂടെ സ്റ്റാൻഡേർഡായിട്ട് പറഞ്ഞാൽ സെപ്റ്റിക് ടാങ്ക് ക്ലീനർ അല്ലേ? അല്ലെങ്കിൽ പിന്നെ നീ എങ്ങനെ അറിഞ്ഞു? രേണു വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 2021 നടന്ന സംഭവം ഇത്ര സ്പഷ്ടമായിട്ട് കണ്ണുകൊണ്ട് കണ്ട കണക്ക് നീ പറയുന്നത് സെപ്റ്റിക് ടാങ്ക് നിറച്ചെന്ന്. അപ്പം ആ നിറഞ്ഞ സ്ഥിതി നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാൻ പോയത് നീ ആയിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലായിടത്തും ഞാൻ ചെറിയൊരു അഡ്വർടൈസ്മെൻറ്റ് തരാം. അതായത് ഏത് തരം കക്കൂസ് ആയിക്കോട്ടെ, ഏത് തരം ക്ലോസറ്റ് ആയിക്കോട്ടെ, ഏത് തരം സെപ്റ്റിക് ടാങ്കുകൾ നിറഞ്ഞാലും നിങ്ങൾ സമീപിക്കുക അതിലെ നീ ഈ പഴയ തൊഴിൽ മറക്കാതെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം എന്താണെന്നറിയാമോ? വാഴ്ക്കൈ പുന്നകൈ മൂഞ്ചിനിൽ മൂഞ്ചിയെ മൂഞ്ചിയിൽ അങ്ങനെ ഇരിക്കുമ്പോൾ കഞ്ഞി കുടിക്കാം. ഓക്കെ. ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഇച്ചിരി കഞ്ഞി ഒരു കുടിക്കാം, അത്രേ ഉള്ളു. പിന്നെ അതുലിനോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇങ്ങനെ നാട്ടുകാരെ മൂഞ്ചിച്ച് തിന്നാലേ ഇറങ്ങുള്ളൂന്നല്ല അങ്ങനെ വല്ല ധാരണയുണ്ടാ? ഇറങ്ങൂടെ, അതുകൊണ്ട് ചോദിച്ചതാ. ഷെടാ, ഞാൻ ചോദിക്കാമെന്ന കാര്യം നീ തന്നെ അങ്ങ് പറഞ്ഞല്ലോ. ഇനി ഞാൻ എന്നാ എടുത്തിട്ട് ചോദിക്കാനാ? ആ വോട്ട് പുല്ല്. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ നോക്കാം. ഞാൻ സാറേ എന്റെ സുധിയും ആ ബ്രോക്കറൊക്കെ കിടപെട്ടെ രേണുമായിട്ട് എന്റെ വീട്ടിൽ വന്നു. എന്റെ വീട്ടിൽ വന്നിട്ട് വാടക കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം സുധി ഒരു സെലിബ്രിറ്റി അല്ലേ, കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ആ വാടക കാര്യങ്ങൾ കൊടുത്തു കേട്ടോ സാർ. അതെന്നാ പറ്റി? അപ്പം അവര് പുള്ളിക്കാരത്തി അവരുടെ ഫാദർ കാര്യം ഉടായിപ്പാ. അപ്പൊ എന്നാന്ന് വെച്ചാൽ അവർ താമസം തുടങ്ങി കഴിഞ്ഞ് ഞാൻ എപ്പം ചെന്നാലും നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് കയറാനോ നോക്കാനോ ഒരു സൗകര്യമില്ല. പിന്നെ സൗകര്യം എന്ന് പറഞ്ഞാൽ ഇടയില്ല. കാര്യം നോക്കുമ്പോൾ എന്നാണെന്നറിയാമോ, ഇവര് ഭാര്യയും ഭർത്താവിനാണ് പിള്ളേർക്ക് വേണ്ടി കൊടുത്തെങ്കിലും ഭാര്യ ഭർത്താവ് 2 കുട്ടികളെ അച്ഛനും അമ്മയും അതുകൂടാതെ രേണുവിന്റെ ആങ്ങളെയും ഭാര്യയും പിള്ളേരും 10 പേരാ വീട്ടിൽ താമസിക്കുന്നത്. അപ്പോൾ ശരി, ഇനിയാണ് നമ്മൾ കാര്യത്തിലോട്ട് കടക്കുന്നത്. ആ വാടകക്കാരൻ്റെ പ്രശ്നത്തിലോട്ട് നമുക്ക് കടക്കാം. എനിക്കറിയാവുന്നതും എനിക്ക് സത്യം എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാനിവിടെ പറയാം. ഓക്കെ. അപ്പോൾ 2021 ഈ കോളനിയിൽ സുധിച്ചേട്ടനും രേണുവും വാടകയ്ക്ക് താമസിക്കാൻ ചെല്ലുന്നത്. പിന്നെ ഇവൻ പറഞ്ഞ കണക്ക് ചപ്പ് ചവർന്ന് അച്ഛനമ്മയെ വിശേഷിപ്പിക്കുന്നത് ഇവൻ്റെ വീട്ടിൽ അച്ഛനമ്മയും അങ്ങനെ ആയിരിക്കും കാണുന്നത്. അത് അവരുടെ മഹത്തരം, അവൻ്റെ പാരമ്പര്യം. ഓക്കെ. നമ്മളൊക്കെ നമ്മുടെ അച്ഛനമ്മ, നമ്മൾ നിൽക്കുന്നിടത്ത് അച്ഛനമ്മയും വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ സന്തോഷമാണ്. അപ്പം അവന് കച്ചിൽ അങ്ങനെയൊക്കെ തോന്നിയത് ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, അത് അവരുടെ കൾച്ചർ. പിന്നെ ഈ 2021 ഇവർ താമസിച്ചിരുന്ന ഒരു കോളനിയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വയോധികൻ, അതായത് ഈ വാടകയ്ക്ക് കൊടുത്ത ആൾ തന്നെ പറയുന്നുണ്ട് ആ വീട്ടിൽ ചെന്ന് നമുക്കങ്ങ് കയറാൻ പറ്റത്തില്ലെന്ന്. ഇപ്പം ഞാൻ വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു വാടക ചീട്ട് എഴുതി കഴിഞ്ഞ് ആ വീട്ടിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ ആ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങി പോകുന്നത് വരെ, അതായത് ആ വീട് ഒഴിഞ്ഞു പോകുന്നത് വരെ ആ വീടിന് അവകാശം നമ്മൾ തന്നെയാണ്. ഇനി അത് ദൈവം തമ്പുരാനല്ല, അതിൻ്റെ ഓണറാന്ന് പറഞ്ഞാലും അവർ അകത്തോട്ട് കയറാൻ നമ്മളടുത്ത് അനുവാദം ചോദിക്കും. പിന്നെ അത് നമ്മുടെ വീട് തന്നെയാണ്. നമുക്ക് വാടക വീട് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടവരെയൊക്കെ കൊണ്ടുവന്ന് വീടിനകത്തൂടെ കയറി ഇറങ്ങി നടത്താനൊന്നും ആരും സമ്മതിക്കത്തില്ല. 1. 2, ഇവരിവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങേരി ഒരുപാട് ആൾക്കാരെ കൊണ്ടുവന്ന് വീട് കാണിക്കുമായിരുന്നു. എന്തിന്? കച്ചവടം ചെയ്യാനായിട്ട്. അപ്പോൾ ഇവരോട് ഇവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വരുന്നവരടുത്ത് ഇത് കോളനി ആണെന്ന് പറയരുത്. അതായത് കോളനിക്ക് എമൗണ്ട് കുറവായിരിക്കും, അധികം നല്ല ആൾക്കാരൊന്നും മേടിച്ചു പോകത്തില്ല, അത് വിറ്റും പോകത്തില്ല. അതുകൊണ്ട് ഇവരടുത്ത് പറഞ്ഞിരുന്നു ഇത് കോളനിയാണെന്ന് വരുന്നവരടുത്ത് പറയരുത് എന്ന്. പക്ഷെ എന്തോ ചെയ്യാനാ, വരുന്നവരടുത്ത് ഇവർ പറഞ്ഞു.
ചോദിക്കും, പറയും സാർ ഇത് കോളനിയാണ്. ആ സാർ ഇത് കോളനിയാണ്. അവർക്ക് പറയേണ്ടി വന്നു. കാരണം നാളെ ഒരു സമയത്ത് ഇവരിത് മേടിച്ച് കഴിഞ്ഞത് കോളനിയാന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഇവരോടൊന്ന് ചോദിക്കത്തില്ല. അപ്പോഴും സുധിച്ചേട്ടൻ ഫേമസ് ആയിട്ട് നിൽക്കുവാണ്. കോമഡി സ്റ്റാറിലും പിന്നെ ഫ്ലവേഴ്സിലും ഒക്കെ പ്രോഗ്രാമുകൾ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇന്ന ആൾ പിന്നെ താമസിച്ചിരുന്ന വീടാണ് ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ നമ്മളെ ചീറ്റ് ചെയ്തു. പിന്നെ വരാൻ പോണ പുകിൽ അത് തന്നെ ആയിരിക്കും. അതുകൊണ്ട് എന്താ ഇത് വരുന്നവരടുത്തൊക്കെ ഇവർ പറഞ്ഞത് കോളനി തന്നെയാണെന്ന്. അങ്ങനെ വീട് വിൽക്കാനുള്ള സാഹചര്യം ഇങ്ങേർക്കങ്ങ് നഷ്ടപ്പെട്ടു. വേറൊരു കാര്യം എനിക്ക് ഈ വാടകക്കാരനോട് ചോദിക്കാനുള്ളത്, ഞാനിപ്പോൾ വാടകയ്ക്ക് വീട്ടിൽ താമസിക്കുന്നു. 12 മാസത്തെ അല്ലെങ്കിൽ 11 മാസത്തെ എഗ്രിമെൻ്റ് എഴുതി ഞാൻ താമസിക്കുന്നു. ഈ എഗ്രിമെൻ്റ് കാലാവധി കഴിഞ്ഞ് നമുക്ക് വീണ്ടും അവിടെ താമസിക്കണമെങ്കിൽ വീണ്ടും എഗ്രിമെൻ്റ് പുതുക്കാം. അതല്ല നമുക്ക് അവിടെ നിന്ന് താമസം മതിയാക്കി പോവുകയാണെങ്കിൽ എന്ത് വേണം? ആ വീട്ടിലെ ഒരു സാധനം, ഒരു കസേരയെങ്കിലും പുറത്തിറങ്ങണമെങ്കിൽ ആ വാടക കുടിശ്ശിക ഫുള്ളും തീർത്തിരിക്കണം. ഇല്ലെങ്കിൽ ഈ ലോകത്ത് എവിടെയാണെങ്കിലും സംഭവിക്കുന്നത്, ഇനി എത്ര വലിയ വിശാല മനസ്കരാണെന്ന് പറഞ്ഞാലും ആ വീട്ടിൽ നിന്ന് ഒരു കസേര പോലും പുറത്തിറക്കാൻ സമ്മതിക്കത്തില്ല. വാടക കുടിശ്ശിക കിടക്കുന്ന വീട്ടിൽ നിന്ന് വീടൊഴിയാൻ ആരും സമ്മതിക്കത്തില്ല. പിന്നെ ഈ 2021 നടന്നത് ഇപ്പോഴാണോ അച്ഛൻ വന്ന് പറയുന്നത് വാടക ബാക്കി തരാൻ? പിന്നെ ഒരു മാന്യത പറഞ്ഞു. സുചേട്ടൻ മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പേ ATM നിന്ന് 9,000 രൂപ വിഡ്രോ ചെയ്ത് അവർക്ക് കൊടുത്തത്. അതായത് 23,000 രൂപയായിരുന്നു മൊത്തം കുടിശ്ശിക എന്ന്. ആ 23,000 രൂപ കുടിശ്ശിക കിടക്കുമ്പോൾ നിങ്ങൾ വീട് മാറിപ്പൊക്കോ എന്ന് പറഞ്ഞ് അവരെ വീട്ടിൽ നിന്ന് അവരുടെ സാധനങ്ങളെല്ലാം എടുത്ത് പുറത്ത് കൊടുത്ത് അവരെ ഒഴിപ്പിച്ച് വിട്ട മഹാനൊരു നമസ്കാരം. ആദ്യം ഈ കേൾക്കുന്നവരെന്നെ ചിന്തിക്കും, ഇതിനകത്ത് എന്തോ സത്യസന്ധത ഉണ്ടെന്നൊന്ന് ചിന്തിക്കും. ഇപ്പം നമ്മൾ എഗ്രിമെൻ്റ് എഴുതുമ്പോഴും നമ്മൾ ഇത്ര രൂപ വാടക ആദ്യം നമ്മൾ അഡ്വാൻസ് കൊടുക്കും. ഇത്ര രൂപ അഡ്വാൻസ് കൊടുത്തിട്ടാണ് നമ്മൾ ഇത്ര രൂപ വാടക വെച്ച് ചീട്ട് എഴുതുന്നത്. ഇപ്പോൾ ഈ കുടിശ്ശിക വന്നിട്ടുണ്ടെങ്കിൽ ആ അവർ കൊടുത്ത അഡ്വാൻസിന് അത് കുറയ്ക്കാനുള്ള പൈസ അതിൽ കാണും. അതിലുള്ളത് കൊണ്ട് തന്നെയായിരിക്കും ഇവരെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ സമ്മതിച്ചത്. പിന്നെ ഇപ്പോൾ സുധിച്ചേട്ടനല്ല രേണുവാണ് എൻ്റെ എഗ്രിമെൻ്റ് എഴുതിയെന്ന് പറഞ്ഞു. ഓക്കെ, ശരി. അത് കഴിഞ്ഞ് ഈ സുധി എന്ന് പറയുന്ന ആൾ മരിച്ചുപോയി. മരിച്ചിട്ട് ഇപ്പോൾ 2 വർഷത്തിൽ കൂടുതലായി. 2 വർഷത്തിന് പറയാൻ പറ്റത്തില്ല, 2 വർഷത്തിൽ കൂടുതലായി. അപ്പോൾ ഇത്രയും നാളും ഈ 4 വർഷത്തിന് ഇപ്പുറം വെച്ച് എന്തുകൊണ്ട് അച്ഛാ വായിൽ പഴവോ കൊളക്കൊട്ട എടുത്ത് വെച്ചുകൊണ്ടിരുന്ന് ബാക്കി ബാലൻസ് പൈസ ചോദിച്ച് മേടിക്കാൻ പറ്റാതെ പോയത്? ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞ് ഇപ്പോൾ രേണു സുധി, ഞാൻ എൻ്റെ കൾച്ചറിന് അത് എനിക്കത് പറയാൻ പറ്റുന്നില്ല. എനിക്ക് നല്ല അടിപൊളി വേർഡ്സ് പറയാനറിയാം, നല്ല സൂപ്പറായിട്ടുള്ള വാക്കുകൾ പറയാൻ എനിക്കറിയാം. പക്ഷേ നമുക്ക് ഒരു പരിധിയുണ്ട് പറയാൻ. ആ പരിധി ഞാൻ ലംഘിക്കുന്നില്ല തൽക്കാലം. അപ്പം ഞാൻ ചോദിക്കുന്നത്, അച്ഛൻ്റെ വായിൽ ആരെടുത്ത് വെച്ച് തന്നിരുന്നു ഈ കുഴക്കട്ട? ഇപ്പോൾ ആരാണ് അച്ഛൻ്റെ വായിൽ നിന്ന് കുഴക്കട്ട എടുത്ത് മാറ്റിയത്? ഇപ്പോൾ ഇങ്ങനെ പൊങ്ങി വരാൻ അന്ന് മനസ്സ് തോന്നിയാൽ പോട്ട് കഷ്ടമല്ലേന്ന് തോന്നി ഞാൻ വിട്ടത്. പിന്നെ ഇപ്പം മേടിക്കണം എന്ന് പറഞ്ഞു വിട്ടത് ആര്? അത് പറ അച്ഛൻ, അതൊന്ന് പറ. സ്വയം ഒന്ന് ചിന്തിക്കും. ഒരു സിമ്പതിയുടെ പുറത്ത് താമസിച്ചോളാൻ പറഞ്ഞു വീട് മാറിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഇപ്പം വാടക വേണമെന്ന് പറഞ്ഞ് നിൽക്കുന്നതിൻ്റെ ഉദ്ദേശം. സുചേട്ടൻ മരിച്ചുപോയി. പിന്നെ ആകെയുള്ളൊരു വരുമാനം എന്ന് പറഞ്ഞാൽ രേണു സുധിക്ക് കിട്ടുന്ന ആ ചെറിയ ഷോർട്ട് ഫിലിം ആയാലും ആൽബം ആയാലും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ അവൾ കോടീശ്വരിയായി, അതുകൊണ്ട് ചെന്ന് വേടിയെന്ന് പറഞ്ഞുകൊണ്ട് വിട്ടുകയാണ്. അല്ല, നിങ്ങളെയും വിറ്റ് കാശാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ കുറേ പിന്നെ അച്ഛനെ അമ്മയും തിരിച്ചറിഞ്ഞുകൂടാത്ത, അവരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും പഠിക്കാത്ത, കുടുംബത്തിന് വാല്യൂ കൊടുക്കാത്ത കുറേ അലവലാതി ലോകർമാർ. അങ്ങനെ തന്നെ ഞാൻ പറയും. നീയൊക്കെ എന്ത് ആക്ഷൻ വേണമെങ്കിലും എടുത്തോ, എന്ത് റിയാക്ഷൻ വീഡിയോ ആണെങ്കിലും ഇട്ടോ, എനിക്ക് നെവർ മൈൻഡ്. സത്യം എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. ഇവനിക്കൊക്കെ എന്ത് യോഗ്യതയുണ്ട് പറയാം? ഒരു സ്വന്തം ഒരു പെൺകുട്ടിയുടെ അച്ഛനെ പറയുന്നത് ചപ്പ് ചവറുന്നു. അപ്പോൾ അവൻ്റെ അച്ഛനും അമ്മയ്ക്ക് എന്തുമാത്രം സ്ഥാനം കൊടുത്തിട്ടായിരിക്കും ഒരു വേറൊരാളുടെ അച്ഛനെ ചവറ് വേസ്റ്റ് എന്നൊക്കെ പറഞ്ഞത്? അത് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ കൾച്ചർ നമ്മളെയൊക്കെ അച്ഛനെന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ അത്രത്തോളം മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മളുടെ ആ മനസ്സ്, നമ്മുടെ ശൂന്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അച്ഛൻ എന്ന് പറയുന്ന ഒരാൾ, അച്ഛനും അമ്മയും എന്ന് പറയുന്നത് നമുക്ക് ആരാണ് എന്താണെന്ന് നമ്മൾ അറിയുന്നത് നമ്മളിൽ അത് ഇല്ലാതാവുമ്പോഴാണ് കൂടുതൽ അറിയുന്നത്. ജീവിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഞങ്ങളൊക്കെ പൊന്നുപോലെ, അതായത് ഞാൻ പറയില്ല, എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ മക്കളെക്കാട്ടിലും എൻ്റെ ഹസ്ബൻഡിനെക്കാളും എൻ്റെ ഉമ്മയെക്കാട്ടിലും ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് എൻ്റെ വാപ്പായെ. അത് എൻ്റെ വീട്ടുകാർക്കും അറിയാം. എൻ്റെ വാപ്പ എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനായിരുന്നു. എൻ്റെ ജീവൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രാണനായിരുന്നു. ഒരു മനുഷ്യരെ കൊണ്ട് ഇച്ചിപ്പോ എന്ന് പറയാനുള്ള ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. മരിക്കുന്ന വരെ എൻ്റെ വാപ്പായെ ആരും അങ്ങനെ പറഞ്ഞിട്ടുമില്ല. എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു, വലിയ സ്നേഹമായിരുന്നു എൻ്റെ വാപ്പ അടുത്ത്. അപ്പോൾ അതുകൊണ്ട് സ്വന്തം വീട്ടുകാർക്ക് വാല്യൂ കൊടുക്കുന്ന ഒരുത്തനും ഇങ്ങനെ കയറി ചൊറിയാനോ ഇത്ര തരതാണ് ഇത്ര നികൃഷ്ടമായ വാക്കുകൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുത്തില്ല. അപ്പോൾ ഈ വാടക ചീട്ടുള്ള അച്ഛൻ്റെ അടുത്ത് പറയുക, കോളനിയാണത്, കോളനിയാണ്. ആ കോളനി അച്ഛന് വിൽക്കാൻ പറ്റാത്തതിൻ്റെ ഫ്രസ്ട്രേഷനാണ് ഇപ്പോൾ ഈ പൊന്തി വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും മനസ്സിലാക്കിക്കൊള്ളുക. പറഞ്ഞ് ഏറ്റവും തുച്ഛമായ റേറ്റിന് അത് മേടിക്കുക, വലിയ റേറ്റിന് മറ്റൊരാൾക്ക് കോളനി അല്ലാന്ന് പറഞ്ഞ് വിൽക്കുക. അതാണ് ഈ അച്ഛൻ്റെ പരിപാടി. അത് അറിഞ്ഞു വെച്ചും കേട്ട് വെച്ചും സത്യമാണെന്ന് തോന്നിയിട്ടും തന്നെയാണ് സജീന ഈ വീഡിയോ പറയുന്നത്. അല്ലാതെ ചുമ്മാ എന്തെങ്കിലും റീച്ച് കിട്ടാൻ വേണ്ടി ചുമ്മാ കിടന്ന് പൊലമ്പുന്നതല്ല. പിന്നെ ഈ അതിലെ തനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറഞ്ഞു. ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷമാണ് തനിക്ക് പലയിടത്തും ജോലിക്ക് കൈ നീട്ടി എന്നിട്ട് കിട്ടാഞ്ഞിട്ടാണ് ഈ ബ്ലോഗിലോട്ട് തിരിഞ്ഞെന്ന് പറയുന്നു. അപ്പോൾ ആ സമയത്ത് ഈ ബ്ലോഗ് ചെയ്യുമ്പം തന്നെ എല്ലാവർക്കും നികൃഷ്ടനായിട്ട് തോന്നുന്നു. കാരണം എന്ന് പറഞ്ഞാൽ അത്ര ചീഞ്ഞ
വർത്താനവും ഒരു കുടുംബത്തെ അങ്ങേ അറ്റം നിശേഷം അവശേഷിപ്പിക്കാനായിട്ട് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണെന്ന് തോന്നി. ഇപ്പം ചെയ്യുന്നതാണ് ഏറ്റവും വലിയ തെറ്റും ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ശിക്ഷ കിട്ടാനുള്ള പരിപാടിയും. അല്ല, എന്നിട്ടും ഇതിന് മുന്നേ ഈ വ്ലോഗിന് വരുന്നതിന് മുമ്പ് തനിക്ക് ആക്സിഡന്റ് ഉണ്ടാക്കിയപ്പോൾ ദൈവം തനിക്കൊരു ചെറിയ ശിക്ഷ തന്നെയല്ലേ? അപ്പോൾ ഇതിലും വലുത്, അതിലും വലുത് എന്തോ തനിക്ക് വരാൻ പോകുന്നുണ്ട്. കുറച്ചൊതുങ്ങുക. കാരണം ദൈവം എന്ന് പറയുന്ന ഒരു വ്യക്തി, അതായത് ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി, വ്യക്തിയല്ല, ഒരു ശക്തി ഉണ്ട് എന്ന് കരുതി തന്നെ മുന്നോട്ട് ഓരോ വാക്കുകളും പ്രവൃത്തികളും പറഞ്ഞ് മുന്നോട്ട് പോവുക. ഈ ഒരു ആയുസേ ഉള്ളൂ നമുക്ക്. മരിച്ചതാ ഇപ്പം ഇരിക്കുന്നവർക്ക് നമ്മൾ മരിച്ചു, നമുക്കൊന്നും അറിയണ്ട. പക്ഷേ മരണതുല്യമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് കിട്ടിയാൽ ഈ ചെയ്യുന്ന ഈ പാവങ്ങളെല്ലാം താൻ ഇത് എവിടെ കൊണ്ടു ചെന്ന് കഴുകിക്കളയും. ദൈവം അതിനൊരു അവസരം തരാതിരിക്കട്ടെ. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം. അങ്ങനെ നമ്മൾ കിടന്ന് ഒന്ന് എണീക്കാൻ, ഒരാളുടെ സഹായമില്ലാതെ എണീക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ കിടന്ന് ഞാൻ ഈ പറഞ്ഞതെല്ലാം തെറ്റാണല്ലോ എന്ന് ചിന്തിക്കാനുള്ള അവസ്ഥ ഉണ്ടാകുന്നതിന് മുൻപേ താൻ ഈ ചെയ്യുന്നത് രണ്ട് പ്രാവശ്യം ഒന്ന് ആലോചിച്ച് നോക്കുക. തനിക്ക് അവരോടുള്ള ചൊരുക്കും ഇത്രമാത്രം ഫ്രസ്ട്രേഷൻ, ഇത്ര ദേഷ്യം എന്താണെന്നുള്ളത് രേണുസുധിയുടെ ചേച്ചി കൊണ്ടുകൊടുത്ത കേസ് താൻ പറഞ്ഞ് വലിച്ചു കളഞ്ഞു, ഒന്നും പോയിട്ടില്ല. അത് FIR എടുത്ത് കോടതി പോയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരൊറ്റ കാര്യം തന്നെയാണ് താൻ ഈ കുടുംബത്തിനെ ഇത്രമാത്രം ദ്രോഹിക്കുന്നത്. തനിക്കെന്താ അവർ ജീവനോട് ഇരിക്കണ്ടേ? അവരെല്ലാവരും കൂടെ കൂട്ടം ആത്മഹത്യ ചെയ്താൽ തനിക്ക് സമാധാനമാവുമോ? തനിക്ക് സമാധാനമാണോ? പക്ഷെ അവരത് ചെയ്യുന്നില്ല, ചെയ്യത്തതുമില്ല. കാരണം അനുഭവം ദൈവം തന്നെ തരണം. ഇപ്പം ഞാൻ തനിക്കിട്ടൊരു വീഡിയോ ഇട്ടാലോ താൻ എനിക്കെതിരൊരു വീഡിയോ ഇട്ടാലോ നമ്മളുടെ എവിടെയും കൊള്ളാൻ പോകുന്നില്ല. ആ ശിക്ഷ അങ്ങനെ അങ്ങ് പോത്തേ ഉള്ളൂ. പക്ഷേ ദൈവം അതിൽ കൈവച്ചാൽ താങ്ങാൻ പറ്റത്തില്ല. ഈ ജന്മമല്ല, ഇനി എത്ര ജന്മം ഉണ്ടെങ്കിലും. ഇത് എൻ്റെ ഒരു അപേക്ഷയായിട്ട് താൻ കാണാം. താൻ വീഡിയോ ഇടും, വേണ്ടാന്നൊന്നും പറയുന്നില്ല. ഭയങ്കര അരോചകമാണ്. ഒരു കുടുംബത്തിനെ ഇത്ര മാത്രം ഹറാസ് ചെയ്തുകൊണ്ട് താൻ വീഡിയോ ഇടരുത്. ഇത് ദൈവത്തിനെ ഓർത്ത് ഞാൻ താങ്കളോട് അപേക്ഷിക്കുകയാണ്. താൻ വിചാരിക്കുന്ന കണക്കുള്ള ശിക്ഷയല്ല തനിക്ക് കിട്ടാൻ പോണത്. ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഞാൻ കള്ളമൊന്നും പറയുന്നില്ല. ഒരു പെണ്ണിനെ, ഒരു വിധവയായിട്ട് ഒരു സ്ത്രീയെ താൻ പറയുന്ന അവൾ എന്ത് വേറുള്ള രീതിയിൽ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ന്യൂഡായിട്ട് വല്ലതും പ്രദർശിപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ വരുന്നോ? അതല്ലെങ്കിൽ അവിടെ വേറെ ഏതെങ്കിലും ബിസിനസ്സിന് പോകുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല. അവൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ, അവൾക്ക് കിട്ടുന്ന കൊച്ചു വർക്കുകളും ചെയ്ത് അവളുടെ ജീവൻ നോക്കി അവൾ പോകുന്നു. ഇങ്ങനെ വർഷങ്ങൾക്ക് മുമ്പേ എന്ന് പറഞ്ഞാൽ അവൾ ജനിക്കുന്നതിന് മുന്നേ ഉള്ള കാര്യങ്ങൾ വരെ കുത്തിപ്പൊക്കി വെളിയിൽ കൊണ്ടുവന്നിട്ട് നിനക്ക് എന്ത് നേട്ടം ഉണ്ടാവാൻ പോവാനാ? ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ദൈവം എന്ന് പറയുന്നത് നിനക്കായി കരുതി വെച്ചിരിക്കുന്നത് അനുഭവിക്കാനുള്ള സമയമാഗതമാകുന്നു എന്ന് മാത്രം മനസ്സിലാക്കി കുറച്ചൊതുങ്ങിയാൽ ദൈവത്തിന്റെ ഭാഗത്തുനിന്നും തനിക്ക് കിട്ടുന്ന ശിക്ഷയുടെ കാഠിന്യം കുറച്ച് കുറയും. ഒരു ഫ്രണ്ടായിട്ട് താൻ എന്നെ കാണണ്ട. പക്ഷെ എനിക്ക് തന്നോട് പറയാനുള്ള ഒരു അപേക്ഷയാണ്. വേറൊന്നും എനിക്ക് തന്നോട് പറയാനില്ല. പിന്നെ ലൈഫ് ഈ ലാസ്റ്റ് ഇങ്ങോട്ട് വന്ന് ഏത് അവസ്ഥയിലാണെന്ന് എനിക്ക് പറയണ്ടേ? ഈ അവസ്ഥയിലാണ്. வாழ்க்கை போகுதே மூஞ்சியே மூஞ்சியே மூஞ்சி 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 மூஞ்சுதே. ഈ അവസ്ഥ ഉടനെ ഒന്നും ഉണ്ടാവാതിരിക്കാൻ താൻ കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങ്. ഓക്കെ, അപ്പോൾ ശരി. അയ്യോ, ഇന്നത്തെ വീഡിയോ ഇത്രയും മതി. അതായത് ഈ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവരുടെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തണം. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, ഞാൻ എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു.